കളമശ്ശേരി HMT ജംഗ്ഷനിലും സമീപവുമുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള നടപടികളുടെ ഭാഗമായി നടപ്പാക്കുന്ന വൺ വേ ട്രാഫിക് പരിഷ്കാരം മന്ത്രി പി രാജീവ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പരീക്ഷണാടിസ്ഥാനത്തിലാണ് നടപ്പാക്കുന്നത്. വിജയകരമായാൽ സ്ഥിരപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ദിവസത്തേക്ക് മാത്രമാണ് കുട്ടികൾ തിരക്കിൽ ആളുകളും ആലോ ഭാഗത്തേക്ക് പോകുന്നത് അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നതില്ല. ഇവിടെ 5 സ്റ്റോപ്പുകളായിട്ട് നിർത്തുന്നുണ്ട്. കുറച്ച് ദിവസത്തേക്ക് പോലീസിന്റെയും ട്രാൻസ്പോർട്ട് വിഭാഗത്തിൽ നല്ല ശ്രദ്ധയുണ്ടാവും. വളണ്ടിയർമാരുണ്ട്. സെന്റ് പോൾസ് കോളേജിലെ കുട്ടികളാണ് ഇന്നിപ്പോൾ വളണ്ടിയർമാരായിട്ട് വന്നിട്ടുള്ളത്. അവരെല്ലാവരും കൂടി കുറച്ച് ദിവസം ഇത് ക്രമീകരിക്കും. നിങ്ങളെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണം. ഇതാണ് പൊതുവെ വരുത്തിയിട്ടുള്ള മാറ്റമെന്നുള്ളത്. TVS ജംഗ്ഷനിൽ നിപ്പോൺ ടൊയോട്ട അവിടുത്തെ കാര്യങ്ങളിലെല്ലാം നല്ല രീതിയിൽ സഹകരിച്ചു. നെക്സ്റ്റ് ഇപ്പോഴത്തെ ഭാഗങ്ങൾ സഹകരിച്ചു. അങ്ങനെ എല്ലാവരുടെയും ഒരു പിന്തുണയോടെയാണ്. അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മറ്റു കാര്യങ്ങളാണ് ഒത്തിരി സമയമെടുക്കും. ദേശീയപാത, PWD പല വിഭാഗങ്ങളാകുമ്പോൾ അവരുടെ ഫണ്ട് റിലീസ് ചെയ്ത കാര്യങ്ങളിലേക്ക് എത്താൻ കുറേ സമയമെടുക്കും. അപ്പോൾ അതിൽ ഒഴിവാക്കി വേഗത്തിൽ ചെയ്യുന്നതിന് വേണ്ടി ഈ സ്ഥാപനങ്ങൾ അവർ നേരിട്ട് തന്നെ അതാത് ഡിപ്പാർട്ട്മെന്റുകളുമായി സഹകരിച്ച് നടത്തിയിട്ടുണ്ട്. അത് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു. മാസങ്ങൾ നീണ്ട മുന്നൊരുക്കത്തിന് ശേഷമാണ് പരിഷ്കാരം നടപ്പിലാക്കുന്നത്. ദേശീയപാതയിൽ കളമശ്ശേരി നഗരസഭാ പ്രദേശത്തെ പ്രധാന ജംഗ്ഷനുകളായ HMT, TVS, ആര്യാസ് എന്നിവ ഉൾപ്പെടുന്ന സ്ഥലം ഒരു ട്രാഫിക് റൗണ്ടായി കണ്ട് വൺ വേ ട്രാഫിക് നടപ്പാക്കും. ട്രാഫിക് സിഗ്നലുകളും വാഹനങ്ങളുടെ ക്രോസിംഗും ഇല്ലാതായാൽ സുഗമമായ ഗതാഗതം പ്രതീക്ഷിക്കുന്നു. ഗതാഗത സ്തംഭനം പൂർണ്ണമായും ഒഴിവാക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. പഴയ റെയിൽവേ മേൽപ്പാലത്തിൽ വാഹനങ്ങൾ ഒരു ഭാഗത്തേക്ക് മാത്രമായതിനാൽ വാഹനങ്ങളുടെ എണ്ണം കുറയുകയും കാൽനടയാത്രക്കാർക്ക് ആശ്വാസമാകുകയും ചെയ്യും. പരിഷ്കാരം നടപ്പാക്കാൻ ജംഗ്ഷനുകളിൽ പ്രത്യേക വാളണ്ടിയർമാരെ നിയമിച്ചിട്ടുണ്ട്. HMT കവലയിലെ ഓട്ടോറിക്ഷകളുടെ പാർക്കിംഗ് ക്രമീകരിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ നിരീക്ഷണത്തിലാകും വരും ദിവസങ്ങളിൽ ഗതാഗതം. HMT ജംഗ്ഷൻ ഇവിടെ ഒരു ട്രാഫിക് ഒരു ന്യൂ പ്ലാൻ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് ഇന്ന് നമ്മൾ ഒരു ചടങ്ങായിട്ട് വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാവർക്കും അറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട രാജീവ് സർ നമ്മുടെ കളമശ്ശേരി മണ്ഡലത്തിൽ പല മേഖലകളിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നത് പോലെ തന്നെ നമ്മുടെ ട്രാഫിക് കൺജഷൻ, നമ്മുടെ അർബൻ ഏരിയാസിലുള്ള ട്രാഫിക് കൺജഷനിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ റിഫോംസും പുതിയ പദ്ധതികളും എല്ലാം ആവിഷ്കരിക്കാൻ വളരെ പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്തു വരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പോലീസ്, RTO, NHA എല്ലാവരുടെ ഒരു കോഓപ്പറേഷനോടെ ഇന്ന് നമ്മുടെ HMT ജംഗ്ഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു റിഫോം, ഒരു ട്രാഫിക് റിഫോം ഇന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു. ഈ HMT ജംഗ്ഷനിലെ ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ സെൻറ്റ് പോൾസിൽ പഠിക്കുന്ന കാലം മുതലുള്ള വലിയൊരു ബ്ലോക്കാണ്. അപ്പോൾ അത് ഓരോ വർഷം ചിലതൊരു കൂടി വരികയാണ്. അപ്പോൾ അതിനൊരു പുതിയ ഗതാഗത പരിഷ്കരണവുമായിട്ടാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ ഒരു ഉദ്ഘാടന ചടങ്ങാണ്. എന്തായാലും വളരെയധികം സന്തോഷം. ഇത്രയും ഒരു പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ട്രയലാണ് ഇന്നത്തെ ഇവിടെ നടക്കാൻ പോകുന്നത്. അത് ഭംഗിയായിട്ട് ചെയ്യാനും അതുപോലെ ഇതൊരു വിജയകരമായി തീർക്കാനും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.